നെയ്മർ ഡി സിൽവ സാൻഡോസ് ജൂനിയർ. അപ്പോൾ നെയ്മർ സാൻഡോസിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ പോസ്റ്റുകളിൽ കണ്ടത് രാജാവ് അവൻ്റെ പഴയ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. 32 വയസ്സായിട്ടുള്ള നെയ്മറിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? രാജാവ് പഴയ കൊട്ടാരത്തേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഒരു പഴയ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ലെങ്കിൽ ഇപ്പോൾ ആളെന്തൊക്കെ നേടിയെന്നൊരു ചോദ്യമുണ്ട് ഫുട്ബോളിൽ. സംഭവം ഒരു ഏഷ്യയിൽ പോയ ആളാണ് നെയ്മർ. വേറൊരു ഏഷ്യയിൽ പോയ ഞാൻ ആ നെയ്മർ കുറ്റം പറയുന്നതിൽ ശരിയല്ല, പ്രാക്ടിക്കലി ശരിയല്ല. എന്നിരുന്നാൽ പോലും നെയ്മറിൽ ഒരുപാട് കമ്പാരിസണിൽ നെയ്മർ വരുമ്പോൾ എനിക്ക് തന്നെ എടുത്ത് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുക്കുഡു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് ആരും. അപ്പോൾ കുക്കുഡു എന്ന് പറഞ്ഞാൽ ഡൈഹാർഡ് ബാർസലോണ ഫാനാണ്, ഡൈഹാർഡ് ബ്രസീൽ ഫാനാണ്. അപ്പോൾ ആ കുക്കുഡുവിൻ്റെ ഒരു ദിവസത്തെ പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒരു ഹെൻറിയുടെ 7 അയലത്തേക്കുള്ള പ്ലെയർ അല്ല നെയ്മർ എന്നാണ് ആ വയൽ പറഞ്ഞേക്കണത്. അപ്പം അതാണ് അതിൻ്റെ റിയാലിറ്റി. നമ്മൾ എക്സ്പെക്റ്റേഷൻ, അതായത് നമ്മൾ നെയ്മറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് മെസ്സിയുടെയും റൊണാൾഡോൻ്റെയും ഒപ്പം നിൽക്കേണ്ട ഒരു പ്ലെയറാണ് നെയ്മർ എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ അത് ലിറ്ററലി വെറും എക്സ്പെക്റ്റേഷൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. നെയ്മർ ഒരു കാലഘട്ടത്തിലും അവരിലേക്ക് അല്ലെങ്കിൽ അവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ എന്ന രീതിയിൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചാമ്പ്യൻസ് ലീഗ് 2015 അങ്ങോട്ട് ബാർസ എടുത്തെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇപ്പോൾ നെയ്മർ മാത്രമല്ല, നെയ്മർ ഉണ്ട്, മെസ്സി ഉണ്ട്, സുവാരസ് ഉണ്ട്, സാവി ഉണ്ട്, ഇനിയസ്റ്റ ഉണ്ട്, മറ്റേ പേരെന്താ, പെഡ്രി അല്ല, സെർജിയോ ബിസ്കിറ്റ്സ് ഉണ്ട്, ജോർഡി ആൽബ, ഡിഫൻസ് ലൈനൊക്കെ ഏത്. അപ്പോൾ ആ ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് എടുക്കാൻ നെയ്മർ വേണമെന്നില്ല. അല്ലെങ്കിൽ ആ ടീം ചാമ്പ്യൻസ് ലീഗ് എടുത്തിൽ നെയ്മറിൻ്റെ പങ്കുണ്ടോയെന്ന് വെച്ചാൽ റെക്കോർഡുകൾ എനിക്ക് ഓർമ്മയില്ല. എന്നാലും അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു കമ്പാരിറ്റീവ് ഇപ്പോൾ മെസ്സി നെയ്മർ കഴിഞ്ഞാൽ ഇപ്പോൾ രാജാവ്, പിന്നെ മറ്റേത്, പിന്നെ സുൽത്താൻ എന്നൊന്നും പറയണേക്കൊന്നും ഇപ്പം അതായത് ഇപ്പം എൻ്റെ പേര് സുൽത്താൻ എന്നാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ സുൽത്താൻ. അപ്പോൾ അവൻ്റെ പേര് സുൽത്താനാണ്. അതുപോലെ അത്രേ ഉള്ളൂ. അല്ലാതെ നെയ്മർ എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും ആ ഒരു കമ്പാരിസണിലേക്ക് പോകുന്നില്ല. അതായത് ഇപ്പോൾ ഹെൻറിയുടെ അത്ര പോലും ഇല്ല. ഹെൻറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മർ വെച്ച് നോക്കുമ്പോൾ ഏത് ലെവല് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെരാത്ത് ബെയിൽ ഓൾമോസ്റ്റ് ഇഞ്ചറി ഉള്ള ഒരാളായിരുന്നു. ആ ഒരു കാറ്റഗറിയിലൊക്കെ കരീം ബെൻസീമയും കുറച്ചും കൂടി മുകളിക്കുക. അപ്പോൾ ബെയിൽ പോലത്തെ പ്ലെയേഴ്സിൻ്റെ ഒരു കാറ്റഗറിയിലൊക്കെ ഇവനും ഓക്കെ ആയിട്ട് നിന്നിരുന്നു മാത്രം. പിന്നെ ഇപ്പോൾ പിന്നത്തേല് ഇഞ്ചറിയുടെ പേരിൽ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇഞ്ചറിയുടെ പേരിൽ കുറ്റം പറയാതിരിക്കുമ്പോഴും നമ്മുടെ മറ്റേ റൊണാൾഡോ ആശാൻ ഇഞ്ചറിയിലെ സമയത്ത് വന്നിട്ട് എന്തൊക്കെ കാണിച്ചായിരുന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് ലീവ് എടുത്ത് കളിക്കാതിരിക്കുക എന്നുള്ള കുറച്ച് പരിപാടികളൊക്കെ ആശാൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളില്ല. ഇപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റാറ്റസ് കണ്ടു, അൽ-ഹിലാൽ പോയി, സൗദി ക്ലബ്ബ് അൽ-ഹിലാലിൽ പോയി ആശാൻ ആകെ കളിച്ചത് അത്ര 8 കളിയാണ്, 7 കളി അങ്ങോട്ടാണ്. ഒരു ഗോൾ അടിച്ചു, പരിപാടികൾ കഴിഞ്ഞു, ആൾ തിരിച്ചു പോന്നു. അപ്പോൾ എത്രയോ മില്യൺസാണ് പൈസ കിട്ടിയേക്കണം. നമ്മളൊക്കെ ഇപ്പോൾ പ്രവാസിയായിട്ട് ജീവിച്ചിട്ട് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പ്രവാസി എന്ന നിലയിൽ നെയ്മർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്. കാരണം ഒരു പ്രവാസിയായിട്ട് ആശാൻ ഒരുപാട് നേടിയിട്ടുണ്ട്. അങ്ങനത്തെ മേഖലകളിൽ ചിലപ്പോൾ നെയ്മർ നല്ലൊരു ഒരു താരമായിരിക്കാം. പക്ഷേ നെവർ ഇൻ ഫുട്ബോളിൽ ഒരിക്കലും നമ്മൾ മെസ്സി, റൊണാൾഡോ എന്ന് പറയുന്ന കാറ്റഗറിക്ക്, പ്രീമിയം പ്ലെയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എടുക്കാമെങ്കിൽ പോലും ഡയമണ്ടിലേക്കൊന്നും ഇടാനുള്ള സെറ്റപ്പ് ഇല്ല. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. സ്കില്ലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്കില്ലുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലിറ്ററലി ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ ആർസനലിൻ്റെ ജാക്ക് വിൽഷെയർ ഒരിക്കൽ ഒരു ബാർസയായിട്ടുള്ള കളിയിൽ അവൻ എന്താ ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ജാക്ക് വിൽഷെയർ അന്ന് കാണിച്ചത് 19ാമത്തെ വയസ്സിൽ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊന്നും പ്രൈമിൽ കാണിച്ച പ്ലെയേഴ്സ് വളരെ കുറവാണ്. ആൾക്ക് എന്താണ് ഇഞ്ചുറിയാണ്. 29ാമത്തെ വയസ്സിൽ കരിയർ നിർത്തി. ആ 29ാമത്തെ വയസ്സിൽ കരിയർ നിർത്താന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഇടയിൽ അവൻ കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആർസനലിൻ്റെ 10ാം നമ്പർ ജേഴ്സി കൊടുത്ത്, പറയുമ്പോൾ അത്ര വലിയ വാല്യൂ ഒന്നല്ലെങ്കിലും ആ 10ാം നമ്പർ ജേഴ്സി ഒക്കെ കൊടുത്ത് ഇട്ടിട്ട് ഇഞ്ചുറി ആയിട്ട് ഞാൻ അവൻ്റെ കളി അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കണ്ട കളികളിലൊക്കെ കിട്ടില്ല ഗോളുകളും കാര്യങ്ങളൊക്കെ 1-2 നല്ല ഗെയിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതങ്ങനെ അങ്ങോട്ട് വാടിപ്പോയവർ പോയി. അതുപോലെ തന്നെ നെയ്മർ ഈസ് നല്ലൊരു പ്ലെയറാണ്, അത്ര അല്ല. അതിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നെയ്മറിനെ നമ്മൾ എടുത്ത് കൊടി വെച്ച് സുൽത്താൻ എന്നൊന്നും പറയണതിൽ അർത്ഥമില്ലാന്ന്. ഇപ്പോൾ ബ്രസീലിൽ തന്നെയുള്ള ഇപ്പോൾ ഒരു കക്ക, അല്ലെങ്കിൽ കക്ക ലെവൽ പ്ലെയറും കൂടി അല്ല നെയ്മർ. കക്ക എന്നൊക്കെ പറഞ്ഞാൽ പ്രൂവൺ പ്ലെയർ, ബാലൻ ഡി ഓർ എടുത്ത്
ചാമ്പ്യൻസ് ലീഗ് എടുത്ത് വേൾഡ് കപ്പ് എടുത്ത് എല്ലാം എടുത്തിട്ടുള്ള പ്ലെയറാണ് കക്ക. റൊണാൾഡോ ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രീമിയം കാറ്റഗറികളിലും പോയിട്ടുള്ള ആളാണ്. റൊണാൾഡീഞ്ഞോ അങ്ങനെ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നെയ്മറിനെ വെറും പിന്നെ സ്റ്റൈലോണ്ടും സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ സ്റ്റൈൽ പ്ലെയേഴ്സിനാണെങ്കിലും സ്കില്ലുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരിക്കലും നെയ്മറിൻ്റെ സ്കില്ലല്ലല്ലോ അത്. ഫ്രീ സ്റ്റൈലായിട്ടുള്ള എല്ലാ പ്ലെയേഴ്സിനുള്ള സ്കില്ല് നെയ്മറിനുണ്ട്. അത് ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കാരണം ഇങ്ങനെ എടുത്ത് മറയ്ക്കണ സാധനങ്ങൾ സ്ലോ മോഷൻ വീഡിയോയിൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താ? അത് കഴിഞ്ഞിട്ടൊരു പ്ലെയറെ കിടക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നമ്മളൊരു എ സിയിൽ പോയ ഒരാൾ വേറൊരു എ സിയിൽ പോയ ആളിനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ സാൻഡോസിക്ക് ഇപ്പോൾ ആളുടെ തിരിച്ചുപോക്ക് രാജകീയമായിട്ട് ഇൻ്റർനാഷണൽ നെയ്മർ പുറത്ത് ചിരിച്ച് കാണിക്കുന്നു. നമ്മളെല്ലാവരും ഈ പുറത്ത് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുള്ള ആൾക്കാരാവുമല്ലോ. നെയ്മറിനോട് ഇപ്പോൾ സാൻഡോസിൽ പോയത് സന്തോഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്മറിന് സന്തോഷമൊന്നും ഉണ്ടാവില്ല, നല്ല വിഷമമായിരിക്കുള്ളൂ. കാരണം പ്രൈം യൂറോപ്പിൽ അടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കൺസെപ്റ്റ്. അന്ന് സാൻഡോസ് എന്നാന്ന് തോന്നുന്നു, സാൻഡോസ് തന്നെ ആശാൻ ബാർസലോണയ്ക്ക് വന്നത് പ്രൈമില്ലേ. എന്നിട്ട് മറ്റേ 100% ജീസസ് ഒക്കെ ഉള്ള സംഭവം ഇട്ടിട്ട് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആശാൻ കത്തി നിൽക്കണ സമയത്ത് ആശാൻ പി എസ് ജിക്ക് പോയത് എന്തുകൊണ്ടാ? മെസ്സികളോടത്തോളം കാലം ഇവിടെ ഒരു ഷേഡോ തന്നെയാണ് ആശാൻ. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ആൾ പി എസ് ജി പോയത്. പി എസ് ജി പോയിട്ട് ആൾക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ ഇല്ല, പറ്റിയില്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫുട്ബോളിൽ തെളിയിക്കണം. ഞാനൊരു ഇംഗ്ലണ്ട് ഫാനാണ്. 966 വേൾഡ് കപ്പ് എടുത്തിട്ട് കാര്യമില്ല ഇല്ല. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നമ്മളൊരു ആർസണൽ ഫാനാണ്. ലീഗ് 20 കൊല്ലം മുമ്പ് എടുത്തേക്കണം പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല. പ്രൂവൺ ആവണമെങ്കിൽ തെളിയിക്കണം. നമ്മുടെ മറ്റേ തയമ്പ് ആനപ്പുറത്ത് കയറേണ്ടത് ഇപ്പോൾ അപ്പൻ്റെ കാലിൻ്റെ ഇതിൽ ഉണ്ടാവണ പോലെ നമ്മുടെ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. നെയ്മർ സാധാരണ ഒരു ഗരാത്ത് ബെയിലിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ കുറച്ച് നല്ല പ്ലെയറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും സാൻഡോസിൽ പോയ ബ്രസീൽ താരം നെയ്മറിന് നല്ലത് മാത്രം വരട്ടെ.